നമസ്കാരം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡി ഫുഡാണല്ലോ കുഴിമന്തി. വലിയ കിണർ പോലുള്ള അടുപ്പിൽ വമ്പൻ പാത്രങ്ങൾ ഇറക്കി വെച്ച് തയ്യാറാക്കുന്ന കുഴിമന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എന്നാൽ കുഴിയോ വലിയ പാത്രങ്ങളോ കുക്കറോ ഒന്നുമില്ലാതെ തന്നെ വളരെ ഈസിയായി ഒരു മന്തി തയ്യാറാക്കുന്നതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. കുഴിയിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ഈ മന്തിക്കും കിട്ടും. സാധാരണ മസാലയും സ്കിൻ ചിക്കനും ബസുമതി റൈസും സൺഫ്ലവർ ഓയിലും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാനാവും. ഹോട്ടലുകളിൽ കിട്ടുന്ന അതേ ടേസ്റ്റും നമുക്ക് കിട്ടുകയും ചെയ്യും. മന്തി തയ്യാറാക്കുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ മന്തിക്ക് ഉപയോഗിക്കുന്നത് ബസുമതി റൈസാണ്. ഇതിപ്പോൾ 4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി നമുക്കതൊരു 15 മിനിറ്റോളം കുതിർക്കാൻ വെക്കണം. ഇത് നന്നായിട്ട് കഴുകണം. ഇത് 2-3 പ്രാവശ്യം നമ്മളത് കഴുകിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് നേരം ചൂടുവെള്ളം ഒഴിച്ചിട്ടും വെക്കാം. പെട്ടെന്ന് നമുക്ക് കുതിർന്ന് കിട്ടും. അല്ലെങ്കിൽ പച്ചവെള്ളത്തിൻ്റെ ശരിക്കും അരമണിക്കൂർ വേണമെന്നില്ല, എങ്കിലും ഒരു 10-20 മിനിറ്റോളം നമുക്ക് നന്നായിട്ട് കുതിർക്കാൻ വയ്ക്കാം. അതായത് ഒരു ഹോൾ ചിക്കനാണ്, സ്കിന്നുള്ള ചിക്കൻ. ഇതാണ് ശരിക്കും മന്തിക്ക് നല്ലത്. ഇതിനെ ആദ്യം നമുക്ക് 2 പീസാക്കാം. അങ്ങനെ 2 പീസാക്കിയിട്ട് ഇതിപ്പോൾ കഴുകിയെടുത്ത ചിക്കനാണ്. ഞാനത് 4 പീസാക്കിയിട്ടുണ്ട്. വലിയ പീസാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കുക. വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പുരട്ടുക. ഒരു മയം വരാനാണ് കേട്ടോ വിനാഗിരി ഒഴിക്കുന്നത്. മീറ്റ് വിഭവങ്ങൾക്കൊക്കെ വിനീഗർ ഒഴിച്ചാൽ കുറച്ച് മയം വരുമല്ലോ. ഇനി അതിനൊന്ന് ഫോർക്കോ കത്തിയോ എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ ഓരോ പീസിലൊന്ന് കുത്തി കൊടുക്കുക. ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാനാണ് കത്തിയോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുത്തുകളിട്ട് കൊടുക്കുക. ഇങ്ങനെ ഓരോ കഷ്ണത്തിൽ നമ്മൾ കുത്തി കൊടുത്തിട്ട് നന്നായിട്ട് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇത് ചിക്കനിൽ പുരട്ടാനുള്ള മസാലയ്ക്കുള്ളതാണ്. ഇത് പച്ചമല്ലി, ഇത് ചെറിയ ജീരകം, കുരുമുളക്, കുറച്ച് ഏലക്ക, കറുവാപ്പട്ട, ബേ ലീഫ്, പിന്നെ ജാതിപത്രി. ഇത് എല്ലാം കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിക്കണം. അപ്പോൾ നമ്മളിത് എടുത്തു വെച്ച മസാലകളൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ വറുത്തോണ്ടിരിക്കുന്നതിൽ ഇപ്പോൾ ഇടാൻ പോകുന്ന ബ്ലാക്ക് ലെമണാണ്. ഇത് നമ്മൾ സാധാരണ വെള്ളത്തിലാണ് ഇടുക. തിളപ്പിക്കുന്ന ചോറിന് വേണ്ടി അരി തിളപ്പിക്കുന്ന വെള്ളത്തിലിടാറുണ്ട്. ഇത് കുറച്ചുകൂടെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലും ഇടാം. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരുവിധം വലിയ തീയിലല്ല ഇത് ചൂടാക്കുന്നത്, കരിയായിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചൂടാക്കി എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മളിനി ഇതിനെ നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പോവാണ്. നമ്മളിത് ഒരു 1.5 ടീസ്പൂൺ മസാല എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സാധാരണ കളറ് ചേർക്കാറുണ്ട്, ഫുഡ് കളർ ചേർക്കാറുണ്ട്. അതിന് പകരവും കുറച്ച് എരിവിനും കൂടെ നമ്മൾ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചിക്കൻ ക്യൂബ്സ്. ഇത് ഇപ്പോൾ 2 ക്യൂബ് ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത്, നല്ല ഉപ്പുണ്ട് ഇതിന്. ഉപ്പുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഇനി അധികം ഉപ്പ് അതിൽ ചേർക്കേണ്ടി വരില്ല. ശരിക്കും നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നു. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ ശരിക്കും നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിനുള്ള മസാല റെഡിയായി. ഇനി ഇത് നമുക്ക് ചിക്കനിൽ പുരട്ടിയിട്ട് കുറച്ച് നേരം വെക്കണം. ഒരു അരമണിക്കൂറെങ്കിലും വെച്ചാൽ നന്നായിട്ടത് പിടിച്ച് കിട്ടും. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം. ഇതിപ്പോൾ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടിയും ചേർത്തു. മസാല നന്നായിട്ട് എല്ലാ ഭാഗത്തും, ഇത് ആദ്യം നമ്മൾ കുത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും മസാല ഉള്ളിലേക്ക് കിടക്കും. നമ്മളിത് കുറേ നേരം വെക്കുന്നുണ്ട്, നന്നായിട്ട് പിടിക്കണം. ഇതിപ്പോൾ നമ്മൾ അരമണിക്കൂറായി ഇതൊക്കെ തേച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ചേർക്കാം. ചിക്കൻ വേവിച്ചെടുക്കാൻ പോവുകയാണ്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഈ സ്കിന്ന് ഇങ്ങനെ അടിയിൽ വരുന്ന പോലെ ഒന്നിന് മുകളിൽ ഒന്ന് വരാത്ത രീതിയിൽ ശരിക്കും അത് വിട്ട് ഇങ്ങനെ വയ്ക്കുക. നമുക്ക് തിരിച്ചിടാൻ സൗകര്യത്തിനാണ്. നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല.
ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കണം. അതുകൊണ്ട് നമ്മൾ എണ്ണ ഇങ്ങനെ വയ്ക്കുന്നു. മസാലയൊക്കെ ഒന്നും കൂടെ നന്നായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇടുക. ഇതെല്ലാം പുരട്ടി വെച്ചതാണ്. ഈ മസാലയും കൂടെ അതിലേക്ക് വയ്ക്കുക. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് നമ്മൾ മസാലകൾ എടുത്തു വെച്ചിരുന്നു. ഇതിൽ കുരുമുളകുണ്ട്, കുരുമുളക്, ഗ്രാമ്പൂ, കറുവാപ്പട്ട, കുറച്ച് ജീരകം, അതേപോലെ തന്നെ മല്ലി പൊടിക്കാത്തത് ശരിക്കും മുഴുവനായിട്ട് മല്ലി തന്നെ ഇടുന്നു. പിന്നെ കറുവാപ്പട്ട ഇല ബേ ലീഫ് ഇടുന്നു. ഇത് ബ്ലാക്ക് ലെമൺ ആണ്, അതിടുന്നു. കുറച്ച് ഏലക്ക ഇതിട്ടിട്ട് ഒന്ന് ഇളക്കുക. ഇതിലേക്ക് കുറച്ച് ചെറുതായി അരിഞ്ഞു വെച്ച സവാള എന്നിട്ടൊന്ന് വഴട്ടുക. സവാള കുറച്ച് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ആ എണ്ണയിൽ തന്നെ. സവാള ഇപ്പോൾ ശരിക്കും ഇതിൻ്റെ ആ ഒരു പച്ചപ്പ് മാറണം. ഇതിപ്പോൾ സവാള മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതിലേക്ക് ക്യാപ്സിക്കോ തക്കാളിയൊക്കെ വേണമെങ്കിൽ ഇടാം. അപ്പം ഞാനിവിടെ സവാള മാത്രമേ ഇടുന്നുള്ളൂ. അപ്പം നല്ല തീയിലാണ് വഴട്ടുന്നത്. കുറച്ച് വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അരി ഇട്ടിട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരി ഇടുന്നു. അരി ഇട്ടിട്ട് വേവിച്ചൂറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ എന്തായി നോക്കാം. ഇതിൻ്റെ സ്കിന്നിലുള്ള എണ്ണയും നമ്മൾ ഉപയോഗിച്ച എണ്ണയൊക്കെയാണ്. നമുക്കതിനെ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് വയ്ക്കാം. ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇത് ശരിക്കും ഇങ്ങനെ നന്നായിട്ട് വേകണം. നമ്മളിപ്പോൾ അതിനെ തിരിച്ചിടുകയാണ് വേകാൻ വേണ്ടിയിട്ട്. തിരിച്ചിട്ടിട്ട് ഒന്നും കൂടെ അടച്ചു വയ്ക്കുക. അപ്പോഴത്തേക്കും നമുക്ക് റൈസിൻ്റെ കാര്യം നോക്കാം. ഇപ്പോൾ ഉള്ളിയും മസാലയൊക്കെ ഒന്ന് വഴണ്ടിട്ടുണ്ട്. ഈ വഴട്ടിയ ഉള്ളിയിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച ഈ അരിയിലെ വെള്ളം ഒന്നും കൂടെ പൊക്കോട്ടെ. അതിന് വേണ്ടിയിട്ട് ഈ റൈസ് ഇതിലേക്ക് ഇടുകയാണ്. ഈ എണ്ണയിലൊന്ന് നമുക്കൊന്ന് അതൊന്ന് വഴറ്റിയെടുക്കാം. റൈസ് ഇട്ടിട്ട് ഈ മസാലയൊക്കെ ഇട്ട് മസാലയും സവാളയും ഒക്കെ ഉള്ളതിൽ ഇതിലേക്ക് ഈ എണ്ണയിലൊന്ന് വഴട്ടുക. അരി അത്രയ്ക്ക് വറുത്തെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് അതിലെ വെള്ളം കളയാൻ വേണ്ടിയിട്ട് ആ എണ്ണ നന്നായിട്ട് കുറച്ച് പിടിച്ചോട്ടെ. അതിന് വേണ്ടിയിട്ട് ഒന്ന് ഇളക്കുക. ഇങ്ങനെ ഇതിപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ അരി നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് നമ്മൾ ഊറ്റിയാണ് എടുക്കുന്നത്. വെള്ളം ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് വേകാൻ പാകത്തിന് വെള്ളം ഒഴിക്കണം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു. ഇനി ചോറിലേക്ക് ശരിക്കും നമ്മൾ ഉപ്പിടണം. ഇവിടെ അത് ചേർക്കുന്ന മാഗി ക്യൂബാണ്, അതിന് നല്ല ഉപ്പുണ്ട്. നമുക്ക് അതിട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഈ വെള്ളത്തിലിടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പം നല്ല തീയിൽ തന്നെ അതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ചിട്ട് പാകത്തിന് വേവാകുമ്പോൾ നമുക്കതൊന്ന് ഊറ്റിയെടുക്കണം. നമ്മളിതിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കുകയാണ്. ഒരു തക്കാളി ചട്നിയാണ്. തക്കാളി അരിഞ്ഞത്, ഒരിടത്തരം വലിപ്പമുള്ള സവാള, ഒരു 4 പച്ചമുളക്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചേർക്കുക, കുറച്ച് മല്ലിയില, കുറച്ച് ഉപ്പ് ചേർക്കുക, 1 സ്പൂൺ വിനാഗിരി ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നമ്മൾ അരച്ചെടുത്ത തക്കാളി ചട്നിയാണ്. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ നമുക്ക് റെഡിയായോ നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് 2 ഭാഗവും. ഒന്നും കൂടെ നമ്മൾ നേരത്തെ തിരിച്ചു മറിച്ച് വിട്ടതാണ്. ഇതിൻ്റെ പകുതി സ്റ്റോക്ക് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അതിൻ്റെ മസാലയൊക്കെ നമുക്ക് ചോറിലേക്ക് നേരിട്ട് ഒഴിക്കുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ഊറ്റിയെടുത്ത് ചോറിടാൻ പോവുകയാണ്. ഈ ചോറിൽ നമ്മൾ ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് ഊറ്റിയെടുക്കുക. ഇപ്പോൾ അരി പാകത്തിന് ആയിട്ടുണ്ട്. ഈ ചോറ് നമുക്ക് ഈ ചിക്കൻ്റെ മുകളിലേക്ക്
ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ചോറ് നമ്മൾ നന്നായിട്ട് ഒന്ന് പരത്തിയിടുക. മാറ്റി വെച്ച സ്റ്റോക്കായിരുന്നു, ചിക്കനിൽ നിന്ന് ഊറ്റിയെടുത്തതാണ്. അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒരു കളറും കിട്ടും, ഇതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ചോറിലിത് നന്നായിട്ടൊന്ന് പിടിക്കണം. വേണമെങ്കിൽ കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ചോറ് ഇളക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും വന്നോളും. ഇതിലിങ്ങനെ പച്ചമുളക് ഇങ്ങനെ കുത്തി വയ്ക്കുക. വേണമെങ്കിൽ നമുക്ക് ക്യാപ്സിക്കം കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരി ഇട്ടിട്ട് ഇതെല്ലാം വെച്ചിട്ട് ഒന്ന് അടച്ച നല്ല തീയിൽ 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റോളം വേവിക്കണം. ഈ സാധാരണ കുഴിമന്തിക്ക് ഒരു സ്മോക്കി സ്മെല്ലുണ്ടാവും. അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇത് ചാർക്കോളാണ്. ഈ ചാർക്കോളൊന്ന് കത്തിക്കുക. അത് കത്തിച്ചതിന് ശേഷം നമുക്കതൊരു പാത്രത്തിൽ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. അരിയുടെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ചാർക്കോൾ നന്നായിട്ട് കത്തിയിട്ടുണ്ട്. നമ്മളിതൊരു പാത്രത്തിലേക്ക് ഇട്ടു. 10 മിനിറ്റ് നല്ല തീയിലും അതേപോലെ 2 മിനിറ്റ് ചെറിയ തീയിലും വെച്ചതാണ്. ഇനി ഇതിനുള്ളിലേക്ക് നമ്മൾ ഈ കത്തിച്ച ചാർക്കോൾ പാത്രം ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് അതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ആ സ്മോക്ക് പോകാതെ അതിനെ അടച്ചു വയ്ക്കുക. ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കുന്നു. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. സ്മോക്കി ആ ഒരു ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ. 2 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചതാണ്. പാകമായെന്ന് നോക്കാം. തുറക്കുമ്പോഴത്തേക്ക് അതിൻ്റെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മൾ ആ സ്മോക്കി സ്മെല്ലൊക്കെ ശരിക്കും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ചോറ് മുകളിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എടുത്ത് മാറ്റാം. സ്റ്റോക്ക് ഒഴിച്ചുകൊണ്ട് അതിന് ചോറിനൊക്കെ ഒരു ശരിക്കും ഒരു മഞ്ഞ കളർ വന്നിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ടിരുന്നു. ചോറ് നന്നായിട്ട് ഇളക്കിയെടുക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ആ മഞ്ഞൾപ്പൊടി നിറം കിട്ടും. അടിയിൽ കിടക്കുന്ന ചിക്കൻ മാത്രമായിട്ടൊന്ന് എടുക്കാം. അത് കരിഞ്ഞിട്ടുണ്ടാവാൻ വഴിയില്ല. നമ്മൾ ചെറിയ തീയിലൊക്കെയാണ് ഇട്ടത്. നോക്കട്ടെ. നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. കരിഞ്ഞിട്ടില്ല. കണ്ടോ, നല്ല ബ്രൗണിഷ് നിറമായിട്ടുണ്ട്. സ്കിന്നുള്ള ചിക്കൻ ആയതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. കുക്കറും ഇല്ല, കുഴിയില്ല, പക്ഷേ കുഴിമന്തി റെഡി ആയിട്ടുണ്ട്. ഇത് ലോക്ക്ഡൗൺ കാലം ആയതുകൊണ്ട് എല്ലാവർക്കും വീട്ടിൽ പരീക്ഷിക്കാം. ഈ സാധനങ്ങളൊക്കെ നമുക്ക് കടകളിൽ കിട്ടുന്നതാണ്. ഇതിന് കോംബോ ആയിട്ട് തക്കാളി ചട്നി ഉണ്ട്. ഇത് ശരിക്കും നോക്കൂ, ഈ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട്, ഇപ്പോൾ കുഴിയിൽ വെച്ച ചിക്കനെ പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടുണ്ട്, നല്ല കഷ്ണമായിട്ട്. മന്തി എല്ലാവരും ഒന്ന് പരീക്ഷിക്കുക. നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി ഫുഡ് ആൻഡ് മൂവി എത്തുന്നതായിരിക്കും. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്